Good morning, all of you. I welcome all of you to this online class. In the last class, we studied the second chapter, and here, Stellarium software we handled in the last class. I know you all of you understand that chapter, and here we are moving to the third chapter, that is fractions and numerals in fractions. It is a new chapter that is related to the fractions. You know what is fractions? You studied in the mathematics subject fractions and the numbers. Here, in the beginning of this chapter, in your textbook, they explain one game. Games with a fraction card. I just explained about this game, and you have to play this game in your home with your brother or sister, those who are willing to share with you this type of games. You can play this game from your home. Prepare 20 fraction cards to begin the game. You want to prepare 20, you want to make 20 fraction cards to begin this game. നമ്മളോട് പറഞ്ഞത് 10 കാർഡുകൾ ഉണ്ടാക്കുക, അതിനകത്ത് ഫ്രാക്ഷൻസ് എഴുതിയെടുക്കുക. 20 ഫ്രാക്ഷൻ കാർഡ്സ്, 20 ഫ്രാക്ഷൻ കാർഡ്സ് ഉണ്ടാക്കുക. റൈറ്റ് ഫ്രാക്ഷൻസ് ലൈക്ക് 1/2, 1/3, ലൈക്ക് ദാറ്റ് 1/4, 2/3, 2/8, അങ്ങനെ നമുക്കിഷ്ടമുള്ള രീതിയിലുള്ള ഫ്രാക്ഷൻ കാർഡ്സ് ഉണ്ടാക്കാം. ഓൺ 10 ഓഫ് ദീസ് കാർഡ്സ്, അതിൽ 10 കാർഡ്സ്, ആൻഡ് ഡ്രോ പിക്ചേഴ്സ് ഇൻഡിക്കേറ്റിംഗ് ദ സെയിം ഫ്രാക്ഷൻസ് ഇൻ ദ റിമൈനിങ് 10. ആദ്യത്തെ 10 കാർഡിൽ ഫ്രാക്ഷൻ നമ്പേഴ്സ് എഴുതുക. ഹിയർ എഴുതിയിട്ടുണ്ട് 1/2, അതുപോലെ എഴുതുക. ദെൻ ഇൻ ബാലൻസ് 10 യു ഹാവ് ടു ഡ്രോ പിക്ചർ ലൈക്ക് ദിസ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 20 കാർഡ്സ് എടുക്കുന്നു നമ്മൾ, അതിൽ 10 കാർഡിനകത്ത് ഇതുപോലെ ഫ്രാക്ഷൻ ചിത്രം കൊടുക്കുന്നു. അനദർ 10 എണ്ണത്തിനകത്ത് നമ്മൾ ഇതുപോലെ 1/2, 1/3 അങ്ങനെ നമ്പേഴ്സ്, ഫ്രാക്ഷൻ നമ്പേഴ്സ് എഴുതുന്നു. നൗ ഷഫിൽ ദ കാർഡ്, അത് ഷഫിൽ ചെയ്യുക, എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഷഫിൽ മീൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ആൻഡ് ഡിവൈഡ് ദം ബിറ്റ്വീൻ 2 പ്ലെയേഴ്സ്. 2 പ്ലെയേഴ്സ്, 2 കളിക്കാരുണ്ടാവണം. ഒരാൾ നിങ്ങളായിരിക്കും, പിന്നെ നിങ്ങളെ കൂടെ കളിക്കാൻ ആരാ റെഡി ആയിട്ടുള്ളത് വെച്ചാൽ യു ക്യാൻ കോൾ ദാറ്റ് അതർ പേഴ്സൺ. ദ ഫസ്റ്റ് പ്ലെയർ ഹാസ് ടു ഡ്രോ എ കാർഡ്. ആദ്യത്തെ കളിക്കാരൻ എന്ത് ചെയ്യണം? ആ കാർഡിൽ ഡ്രോ ചെയ്യുക. ഇഫ് ദ അതർ പ്ലെയർ പുട്ട്സ് അപ്പ് ദ ഈക്വലൻ്റ് കാർഡ്, അതായത് കൂടെ കളിക്കുന്ന ആൾ ഒരു ഫ്രാക്ഷൻ നമ്പർ നിങ്ങൾക്ക് എടുത്തു കാണിക്കുന്നു. ആ നമ്പർ എടുത്തു കാണിക്കുന്ന സമയത്ത് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള പിക്ചർ ഏതാണെന്നുള്ളത് നിങ്ങൾ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. ഹി ക്യാൻ ഹാവ് ബോത്ത് ദ കാർഡ്സ്. ഇഫ് ദ ഗെയിം അഡ്വാൻസ് ലൈക്ക് ദിസ്, ദ പ്ലെയർ വിത്ത് മോർ കാർഡ്സ് വിൽ വിൻ. ഇനി അതിൽ അങ്ങനെ കളിച്ചിട്ട് കൂടുതൽ ആർക്കാണ് നമ്മൾ പറയുന്നതിനനുസരിച്ച് പോയിൻ്റ് കിട്ടുന്നത് വെച്ചാൽ അതിന് ആ ആളായിരിക്കും അവിടെ വിൻ ചെയ്തിട്ടുണ്ടാവുക. ഹിയർ ഗെയിംസ് ലൈക്ക് ദീസ് ആർ അവൈലബിൾ ഇൻ അവർ കമ്പ്യൂട്ടേഴ്സ് ടു. ഇതുപോലെയുള്ള നമ്പേഴ്സ്, നമ്മൾ മാത്സ് പഠിക്കാനുള്ള ഒരുപാട് ഗെയിംസ് ഉണ്ട്. അതിലൊരു ടൈപ്പ് ഗെയിമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാൻ പോകുന്നത് ഫ്രാക്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് പഠിക്കാൻ പോകുന്നത്. ഫ്രാക്ഷൻസ് ആൻഡ് ന്യൂമറൽ ഇൻ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ഗെയിമാണ്, ഒരു ഗെയിം സോഫ്റ്റ്വെയർ ആണ് ഞാനിതിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നൗ മൂവിങ് ടു ദസ് ചാപ്റ്റർ. ഹിയർ വി ആർ ഗോയിങ് ടു സ്റ്റഡി എ ന്യൂ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് FET. FET. Let us open the fraction game in Fraction Matcher using the FET software. This FET software that is related to maths, science and other subject that help you to study that subjects. നമ്മളുടെ മലയാളം, ഇംഗ്ലീഷ് അങ്ങനെയുള്ള ലാംഗ്വേജസ് അല്ലാതെ സയൻസ്, മാത്സ് അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതെന്ന് പറയുന്നത്, FET എന്ന് പറയുന്നത്. അപ്പോൾ 5ാം ക്ലാസ് മുതൽക്ക് ഇനി അങ്ങോട്ട് നിങ്ങൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും.
അതിനു വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് സിമുലേഷൻ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് കോൾഡ് ഫെറ്റ്. ഇൻ ദിസ് ഫെറ്റ് സോഫ്റ്റ്വെയർ യു ക്യാൻ സ്റ്റഡി സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഓൾ ദ ബേസിക് സയൻസ് കണ്ടൻറ്റ് റിലേറ്റഡ് ആൻഡ് മാത്തമാറ്റിക്സ് റിലേറ്റഡ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ പഠിക്കാൻ പറ്റും. ഈ ഫെറ്റ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി പഠിക്കാൻ പറ്റും. ഹിയർ വി ക്യാൻ ഓപ്പൺ ദിസ് ഗെയിം or we can open this software like normally we can open all the programs through the application. Click on the application, then select school resources. In that application you can see school resources. In that school resources you can see FET. In that FET option you can see fraction matcher. In FET option there are many other options are there. You can open the fraction matcher. This is the method to open the fraction matcher. Here നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്ന ഫ്രാക്ഷൻ മാച്ചർ എന്ന് പറയുന്നത്, നിങ്ങളിതിന് മുന്നേ ചെറിയ ക്ലാസ്സിലൊക്കെ ജി കോംപ്രൈസ് പഠിച്ചിട്ടുണ്ടാവും, ടക്സ് പെയിൻറ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അത് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജി കോംപ്രൈസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഗെയിംസ് ഉണ്ട്. മാത്സ് ആയിട്ട് കളിക്കുന്ന ഗെയിമുണ്ട്, ലാംഗ്വേജസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗെയിംസ് ഉണ്ട്. അതുപോലെയുള്ള പല ഗെയിംസും നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതൊരു ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് ഫ്രാക്ഷൻ മാച്ചർ എന്ന് പറയുന്നത്. Then in the fraction matcher you can see there is a two methods, that is fractions and mixed numbers. Click here to start the game. ഇവിടെ നമ്മൾ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിനകത്ത് ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷനകത്താണ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ദ ഗെയിം ബൈ സെലക്ടിങ് ദിസ് ഫ്രാക്ഷൻസ്. Then you can see there are different levels. ഇതൊരു ഗെയിമാണ്. നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് അതിനൊരു ലെവൽസ് നിങ്ങൾക്കറിയാം. നിങ്ങൾ മൊബൈലിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും ഗെയിം കളിക്കുമ്പോൾ ലെവൽ 1, 2, 3 ലെവൽസ് ഉണ്ടാവും. ഇൻ ദ ലെവൽ സ്റ്റാർട്ടിംഗ് ലെവൽ ദാറ്റ് ഈസ് വെരി സിമ്പിൾ, ദെൻ ലാസ്റ്റ് ലെവൽ ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അങ്ങനെ ലെവൽസ് ഉണ്ടായിരിക്കും. ലുക്ക് ഹിയർ, ദർ ഈസ് എൻ ഐക്കൺ. The first icon, click here to know the time taken to complete the game. അവിടെ നമ്മൾ ആ ഐക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് എത്ര ടൈമാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളതാണ്. ആ ടൈം ഔട്ട് ആയി കഴിഞ്ഞാൽ അത് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ദെൻ ദർ ഈസ് എ സ്പീക്കർ ടു അനൗൺസ് ദ റിസൾട്ട്. അതിൻ്റെ റിസൾട്ട് നമ്മൾക്ക് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഹിയർ അനദർ റീഫ്രഷ് ബട്ടൺ. റീഫ്രഷ് ബട്ടൺ മീൻസ് നമ്മളൊരു ഗെയിം കളിച്ചു, അത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ റിഫ്രഷ് ചെയ്ത് ഫസ്റ്റ് മുതൽക്ക് നമുക്ക് കളിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റീഫ്രഷ് ബട്ടൺ യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് പിക്ചർ ലുക്ക് ലെവൽ വിൻഡോ. ഇൻ ദിസ് ലെവൽ വിൻഡോ യു ക്യാൻ സീ ഡിഫറെൻറ്റ്, നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കി ഇതാണ് നമ്മളുടെ ലെവൽ വിൻഡോ. ഈ ലെവൽ വിൻഡോയ്ക്കകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഗെയിം മാത്തമാറ്റിക്കൽ ഗെയിം കളിക്കുന്നത്. ഡ്രാഗ് ദ ഈക്വലൻറ്റ് പെയേഴ്സ്. ഹിയർ യു ക്യാൻ സീ 1/2 is a fraction, 1/1 is a fraction, 3/4 is a fraction. We want to find the similar picture related to this fractions. Here 1/2. 1/2 means you know 2 of them 1. രണ്ടെണ്ണം അതിനകത്തുണ്ട്, അതിലൊന്നാണ് നമ്മളെവിടെ എന്തിട്ടുണ്ടാവുക, കളർ ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും ഫ്രാക്ഷൻസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സും. അപ്പോൾ രണ്ട് കോളംസ് ഉണ്ടാവും, അതിലൊന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും, കളർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള പിക്ചേഴ്സ് വിച്ച് ഇസ് ദ സിമിലർ പിക്ചർ. 2 of them 1. ഈ പിക്ചറിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യണം. ദെൻ 1/1. ദെൻ 3/4. 3 out of 4. 4 എണ്ണത്തിൽ 3 എണ്ണം മാത്രം കളർ ചെയ്തിരിക്കുന്ന പിക്ചർ ഏതാണ്, അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഫ്രാക്ഷൻ മാച്ച് ചെയ്യുക. ദ പിക്ചർ സിമിലർ ടു ദിസ് ഫ്രാക്ഷൻ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫ്രാക്ഷന് അതേപോലെയുള്ള പിക്ചർ ഏതാണെന്നുള്ള നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ യു ക്യാൻ സീ ഇവിടെ രണ്ട് ബാലൻസ്, നമ്മൾ ത്രാസ് പോലെ ബാലൻസ് കടയിലൊക്കെ ഉണ്ടാകുന്ന ത്രാസ് പോലെ രണ്ട് ബാലൻസ് ഫിഗേഴ്സ് ഇവിടെ കാണാനുണ്ട്. In this first one you have to put one fraction numeral. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഫ്രാക്ഷൻ ന്യൂമറൽ ഫസ്റ്റ് ബാലൻസിനകത്ത് നമ്മൾ വയ്ക്കുന്നു. Then similar picture related to this fraction you have to keep on this balance. അങ്ങനെ രണ്ടും ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് പിക്ചേഴ്സും മൂവ് ചെയ്യുന്നത് ഈ മുകളിലുള്ള സ്കെയിൽ ബോക്സ് ബ്ലാക്ക് കളറിൽ കാണുന്ന ബോക്സിനകത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവും. This is the method to play the game. This is a small chapter. In this game we want to play. Then I'll show you how to play this game. You have to listen carefully. ശ്രദ്ധിച്ച് കണ്ടുകൊണ്ടിരിക്കുക, അല്ലാതെ നമുക്കത്
കളിക്കാൻ ഇപ്പം അതൊരു പറ്റില്ല. നമ്മൾ പിന്നെ സ്കൂൾ തുറന്നതിന് ശേഷം എപ്പോഴാണോ സ്കൂൾ തുറക്കുന്നത് വെച്ചാൽ ആ സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈ ഗെയിംസൊക്കെ സ്കൂളിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ ഓപ്പൺ ദ software. Now we can open that software. First click on the application, then the school resources. Select the school resources and select the FET. In that school resources you can see an option that is called FET. In this FET there are many options. Area builder area, you have to find area, നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുള്ള. ദെൻ സ്റ്റേറ്റ് ഓഫ് മാറ്റർ, ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി ഇൻ ദ ബേസിക് സയൻസ്. ഹിയർ ഫ്രാക്ഷൻ മാച്ചർ ഇൻ മലയാളം ഓൾസോ ഇൻ ഇംഗ്ലീഷ്. ഫ്രാക്ഷൻ മാച്ചർ, ദിസ് വൺ ഈസ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഫ്രാക്ഷൻ മാച്ചർ മലയാളം, അത് മലയാളത്തിലുള്ളതായിരിക്കും. സെലക്ട് ദിസ് ഫ്രാക്ഷൻ മാച്ചർ. After opening this window, you can see there are two options, fractions and mixed fractions. Select the first option, that is fractions. Click on that one and you can see on the next level, there are many levels. Level 1, 2, 3 up to level 8. Level 1 is very simple and level 2 also very simple, but moving to the level 3, 4, 5, 6 up to that one, it become difficult. Then I told you there is an icon, timer, that is watch time. We can set the time. When you click on that one, you have to move depends to this time. ആ ടൈമിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഗെയിംസ് പ്ലേ ചെയ്യേണ്ടത്. ദെൻ സ്പീക്കർ, ദർ ഇസ് എ സ്പീക്കർ ദാറ്റ് വിൽ ഗിവ് ദ റിസൾട്ട്. ഇപ്പോൾ ഞാനിവിടെ സ്പീക്കർ ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് അവിടെ വോയിസ് ആയിട്ടും അങ്ങനെ പല രീതിയിലും അവിടെ ഡിസ്പ്ലേ സ്പീക്കറിലൂടെ കേൾക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സ്പീക്കർ ഐക്കൺ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെൻ റിഫ്രഷ് ബട്ടൺ, യു ക്യാൻ റിഫ്രഷിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും അത് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ സെലക്ടിങ് ദിസ് ലെവൽ 1, ക്ലിക്ക് ഓൺ ദ ലെവൽ 1. ഇൻ ദിസ് ലെവൽ 1 യു ക്യാൻ സീ 6 സ്കെയിൽസ് ആർ ദെയർ. ഇവിടെ മുകളിലൊരു സ്കെയിൽ 6 ബോക്സസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ബോക്സിലേക്കാണ് നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് മൂവ് ചെയ്യുന്നത് ദിസ് ബോക്സ് ആയിരിക്കും. നമ്മളിവിടെ ലെവൽ 1 ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ടൈം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ടൈമർ ഇവിടെ ഓൾറെഡി ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ടൈമർ ഓൺ ആക്കി കഴിഞ്ഞാൽ ലെവൽ 1 ഇവിടെ 21 സെക്കൻഡ്സ് ഓൾറെഡി ഇപ്പോൾ പാസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 24-25 സെക്കൻഡ് വെറുതെ പോയി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് റിഫ്രഷ് ചെയ്ത് കൊടുക്കാം. ടൈമർ അഗെയിൻ റിഫ്രഷ് ചെയ്യുന്നു. ജസ്റ്റ് സെലക്ട് ദാറ്റ് ടൈമർ, ദെൻ ക്ലിക്ക് ഓൺ ദ ലെവൽ 1, ദെൻ 1 second, 2 second. You have to play fast. Here the two balances are there. Here one balance and one balance means ത്രാസ്. നമ്മൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ത്രാസിനകത്ത് വെച്ചിട്ടാണ് നമുക്ക് സാധനങ്ങളൊക്കെ തൂക്കി തരിക അല്ലേ. നമ്മൾ പഞ്ചസാര വാങ്ങിയാലും അരി വാങ്ങിയാലും ഒക്കെ ത്രാസിൽ വെച്ചിട്ടായിരിക്കും തൂക്കി തരിക. അതുപോലെ തന്നെ two balance are here. Pictures are arranged in this table. Here figures and this fraction numerals. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഫിഗേഴ്സ് സെലക്ട് ചെയ്യുന്നു. ഒരു ത്രാസിനകത്ത് ഒരു ഫിഗറാണ് വെച്ചിരിക്കുന്നത് വെച്ചാൽ അനദർ ത്രാസിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചർ ആയിരിക്കണം സെലക്ട് ചെയ്യുന്നത്. ഹിയർ ഫസ്റ്റ് ഐ സെലക്റ്റഡ് 1/2. 1/2 selected. Similar picture related to this fraction. 1/2. 1 out of 2. That is 2 കോളംസ് ഉണ്ടാവും. അതിനകത്ത് 1 കളർ ചെയ്തിട്ടുണ്ടാവും. അതേതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കുക. ഹിയർ 3 columns, ഹിയർ 3 columns, ഹിയർ 2 columns. ഇതിനകത്ത് എന്താണ്, 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സർക്കിളിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 1 കളർ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ഫ്രാക്ഷൻ പോലെ തന്നെ. ദെൻ മൂവ് ദിസ് ടു ദ ത്രാസ്. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ചെയ്തത് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ഓൺ ദ ചെക്ക് ബോക്സ്. യെസ്, ദാറ്റ് ഈസ് കറക്റ്റ്. യു ഗോട്ട് +2 മാർക്ക്. Then OK. Click on to play the next one. Click OK. OK പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എവിടേക്ക് പോകും, മൂവ് ചെയ്യും. ആ ബോക്സിനകത്തേക്ക് നമ്മൾ സെലക്ട് ചെയ്തത് മൂവ് ചെയ്യും. Then next one, 1/1. 1/1. Here
സെലക്ട് ദാറ്റ് പിക്ചർ. ആകെ ഒരെണ്ണേ ഉള്ളൂ, അത് മുഴുവനായിട്ട് കളർ ചെയ്തിട്ടുണ്ട്. നല്ലോണം നോക്കുക, ഇതാണോ നോക്കുക. ദെൻ ഇത് ഒരെണ്ണം കളർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിൽ 4 എണ്ണമാണുള്ളത്. ഇതിലൊന്ന് കളർ ചെയ്തിട്ടില്ല, 3 എണ്ണം കളർ ചെയ്തിട്ടുണ്ട്. ദെൻ 1 ഹിയർ, 3 ഓഫ് ദം. അപ്പോൾ ഇതിൽ ഏതാണെന്നുള്ളത് നല്ലോണം നോക്കുക. 1. സെലക്ട് ദാറ്റ് 1 ആൻഡ് ക്ലിക്ക് ഓൺ. ചെക്ക്. 1/2 equal to this picture. If you want to play again, you can click on this icon. നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊന്നുകൂടെ നോക്കാം. ഓക്കെ ക്ലിക്ക് ചെയ്തു, അതവിടെ മൂവ് ചെയ്തു. ദ നെക്സ്റ്റ് 3/4. 3/4 എന്നെടുത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ എടുത്തത്. ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. 4 ബോക്സസ് ഉണ്ട്, അതിൽ 1 കളർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊണ്ടുവച്ചത് ശരിയാണോ നോക്കാം. ചെക്ക്. ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. അവിടെ എന്താണത്, തെറ്റാണല്ലേ. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, ട്രൈ അഗെയിൻ. വീണ്ടും നമുക്കതിനെ മൂവ് ചെയ്യാം. ജസ്റ്റ് അവിടെ തന്നെ കൊണ്ടുവന്ന് വയ്ക്കുക. അനദർ വൺ ഏതാണെന്ന് സെലക്ട് ചെയ്യാം. 4 ബോക്സസ് ആർ ഹിയർ. 4. 3 ഓഫ് ദം കളേർഡ്. 1, 2, 3 ഓഫ് ദം കളേർഡ്. Then check. Next one. Another. ഇനി ഇവിടെ ഫ്രാക്ഷൻസ് നമ്പേഴ്സ് ഇല്ല, പിക്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പിക്ചേഴ്സ് വെച്ചിട്ടാണ് ഇനി പ്ലേ ചെയ്യാൻ പോകുന്നത്. ഹിയർ 3 boxes are there, 1 colored. Similar one. Which one is this? 3 boxes are there, 1 colored. Again check the answer. Click on OK. ആദ്യത്തെ 3 എണ്ണം നമ്മൾ ചെയ്തപ്പോൾ ഫ്രാക്ഷൻസ് ആൻഡ് പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഫ്രാക്ഷൻസ് ഈക്വൽ ടു പിക്ചർ. ഹിയർ പിക്ചർ ഈക്വൽ ടു പിക്ചർ. ഫ്രാക്ഷൻസ് കഴിഞ്ഞു, ന്യൂമറൽസ് കഴിഞ്ഞു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പിക്ചറാണ് അവിടെ എടുത്തത്. ദ നെക്സ്റ്റ് വൺ ഹിയർ 3 boxes, 2 of them colored. Here 3 boxes, 2 of them colored. Again check. Okay. Then this one, 4 boxes, 1 colored. Here 4 box, 1 colored. Check. Okay. The level 1 finished. Score 11 out of 12. അതിൽ നമ്മൾ ഒന്ന് തെറ്റിച്ചിട്ടാണ്, അറിഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റിച്ച് കളിച്ചതാണ്. അപ്പോൾ അതിന് ടൈം ടേക്കൺ ദാറ്റ് ഈസ് 4 minutes. Then we want to continue that one. Click on the continue button. Again move to the level 2. ഇങ്ങനെ നമ്മൾ ഓരോ ലെവൽസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. സെലക്ട് ദ സെക്കൻഡ് വൺ. The next level 2, we want to play this. Here if you want to move backward, click on this backspace icon. On this keyboard you can see the backspace. Then refresh. If you played one, you want to refresh that one, select the refresh option. നമ്മൾ കളിക്കുന്ന സമയത്ത് നമ്മൾ എടുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് കൊടുക്കാതെ തന്നെ നമുക്കത് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അഗെയിൻ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് റിഫ്രഷ് ബട്ടൺ യൂസ് ചെയ്തിട്ട്. ഹിയർ വി വാണ്ട് ടു പ്ലേ ദിസ് വൺ. സെലക്ട് ദിസ് വൺ. 2/4. 4 boxes and 2 shaded. Here in this shape 1, 2, 3, 4 boxes are there, then 2 of them are shaded. We want to check it. Okay. Then another one, 1/2. Here 2 boxes, 1 shaded. Okay. Then another one, 2/6. 6 boxes are there, 2 of them shaded. Okay. Then the pictures, 3 boxes are there, 2 of them shaded. Here. Okay. Then 6 boxes are there,
6 boxes means ഇവിടെ സ്റ്റാർ ഉണ്ട്, അതിനെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹിയർ സർക്കിൾ ഡിവൈഡഡ് ഇൻറ്റു 6 ആൻഡ് 3 ഓഫ് ദം കളേർഡ്. Then 3 1 colored, that is here also 3 1 colored. Okay, we played the second level also. If you want to continue this one, you can click on the continue button. Then you can move to the level 3. Now I am stopping here. Then I think all of you like this chapter, and I told you to play that fraction cards, playing the fraction cards, making cards and play with your friends. Then today's activity, I am not giving any activity that is related to this chapter. I'll give you some notes related to the previous chapter. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റെല്ലേറിയം പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റെല്ലേറിയം ചാപ്റ്ററിനകത്ത് കുറച്ച് നോട്ട്സ് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് നോട്ട്സ് PDF ഫയൽസ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യും. അത് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇന്ന് തന്നെ അത് സബ്മിറ്റ് ചെയ്യണം. പിന്നെ വേറൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കരുത്. നോട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എഴുതി കംപ്ലീറ്റ് ആക്കിയിട്ട് എനിക്ക് സബ്മിറ്റ് ചെയ്യുക. ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ വൈൻഡ് അപ്പ് ദിസ് ചാപ്റ്റർ ഓൾസോ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഫ്രാക്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോംവർക്കുകളും തരാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കാർഡ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്ന് ഫോട്ടോ എടുത്ത് എനിക്ക് സെൻഡ് ചെയ്ത് തരാം. ഇതുപോലെ ഫ്രാക്ഷൻ കാർഡ്സും പിക്ചേഴ്സും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫോട്ടോ എടുത്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരാം. അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ ഇതുപോലെ വരച്ച് ചെറിയ പേപ്പർ പീസാക്കിയിട്ട് ഉണ്ടാക്കിയാലും മതി. എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് വെച്ചാൽ അതുപോലെ ചെയ്തതിന് ശേഷം പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡ്സ് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എനിക്ക് അതൊരു ഫോട്ടോ എടുത്തിട്ട് എനിക്ക് വിട്ടുതരാം. ഓക്കെ, സോ വൈൻഡ് അപ്പ് ദിസ് ലെസൺ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.